നമസ്തേ ധ്വനിയുത്തമൻ. കഴിഞ്ഞ ദിവസം ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യയിൽ വന്നിരുന്നു. സാധാരണയായിട്ട് ലോക നേതാക്കൾ രാജ്യത്ത് വരുമ്പോൾ അവിടുത്തെ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കും. ചിലർ അവർക്ക് അഭിമുഖം നൽകും, ബൈറ്റ് നൽകും, പ്രസ് കോൺഫറൻസ് നൽകും. അങ്ങനെയൊക്കെയാണ് സാധാരണ പതിവ്. പക്ഷേ ഇമ്മാനുവൽ മാക്രോൺ ഒറ്റ മുഖ്യധാരാ മാധ്യമങ്ങളെയും കണ്ടില്ല. പകരം അദ്ദേഹം ഒരു ഓൺലൈൻ മാധ്യമത്തിന് അഭിമുഖം നൽകി. രാജ് ശ്യാമ എന്ന യൂട്യൂബ് ചാനലിന്റെ പോഡ്കാസ്റ്റിനാണ് അദ്ദേഹം അഭിമുഖം നൽകിയത്. ഇമ്മാനുവൽ മാക്രോൺ പോലൊരു ലോക നേതാവ് പങ്കെടുക്കുന്ന ആദ്യത്തെ യൂട്യൂബ് പോഡ്കാസ്റ്റ് ചാനലാണ് അത്. 1.5 കോടി സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലാണ് ഈ പറയുന്ന രാജിന്റേത്. അത് മാത്രമല്ല, ഇമ്മാനുവലിന് ഇന്ത്യ ടുഡേ, ദി ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ് ഈ മാധ്യമങ്ങൾക്കും അഭിമുഖം കൊടുക്കാറുണ്ടല്ലോ. എന്താന്നല്ലേ, ഇവന്മാരൊക്കെ ഇപ്പൊ വെറും വേസ്റ്റ് ആണെന്ന് അദ്ദേഹത്തിന് പോലും മനസ്സിലായി കഴിഞ്ഞു. ഇവിടെയുള്ളവരുടെ ഗുണനിലവാരമൊക്കെ ഫ്രാൻസിൽ ഇരിക്കുന്നവർ പോലും മനസ്സിലാക്കി കഴിഞ്ഞു. യൂട്യൂബ് ചാനലിനോട് പുച്ഛം തോന്നുന്നവരോട് പറയാ, പണ്ടത്തെ പോലെയൊന്നുമല്ല. ഇതിപ്പോ വിനോദത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒന്നല്ല ഇത്. ഇത്തരം കാര്യങ്ങളുമൊക്കെ ആളുകൾ അറിയാൻ തുടങ്ങിയിട്ടുണ്ട്. മുഖ്യധാരയിലുള്ള മാധ്യമങ്ങളും വിശ്വസനീയമായിട്ടുള്ള യൂട്യൂബ് ചാനൽ മാധ്യമങ്ങളെയും അവര് റീപ്ലേസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇമ്മാനുവൽ മാക്രോൺ ചെയ്തത്.